ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ലുസാക്കയിലെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ കാണാൻ പോവാണ്. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകുന്നത്. അപ്പോൾ എനിക്കും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഇന്ത്യയുടെ സെലിബ്രേഷൻ സാംബിയയിൽ ആഘോഷിക്കുന്നത്. പിന്നെ ഒന്നും പറയണ്ട, നമ്മുടെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും കൃത്യസമയത്ത് എത്തില്ല. ഇവിടെ അതുപോലെ തന്നെയാണ്. രാവിലെ 9 മണിക്കായിരുന്നു പരിപാടി തുടങ്ങുന്നത്. അങ്ങനെ ഇവിടെ ഞങ്ങൾ പതിവ് തെറ്റിക്കാതെ നേരം വൈകി എത്തിയത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ കുറച്ച് പ്രോഗ്രാമൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങളുടെ ഭാഗ്യത്തിന് ഫ്ലാഗ് ഉയർത്തുന്ന കറക്റ്റ് ടൈമിൽ ഞങ്ങൾ അവിടെ എത്തി. साक्षी हैं। स्वाधीनता के समय उसके बाद भी देश के बड़े हिस्सों में घोर गरीबी और भुखमरी की स्थिति बनी हुई थी, लेकिन हमारा आत्मविश्वास कभी डिगा नहीं। हमने ऐसी परिस्थितियों के निर्माण का संकल्प किया जिसमें सभी को विकास करने का अवसर मिल सके। हमारे किसान भाइयों बहनों ने कड़ी मेहनत की और हमारे देश की खाद्यान्न उत्पादन की आत्मनिर्भर बनाया। हमारे मजदूर भाइयों बहनों ने अथक परिश्रम करके हमारे इंफ्रास्ट्रक्चर और मैन्युफैक्चरिंग सेक्टर का कायाकल्प कर दिया। उनके शानदार प्रदर्शन के बल से आज भारतीय अर्थव्यवस्था विश्व के आर्थिक परिदृश्य को प्रभावित कर रही है। आज का भारत अंतर्राष्ट्रीय मंचों पर नेतृत्व की स्थिति हासिल कर रहा है. ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ വെച്ചിട്ടായിരുന്നു ഈ പ്രോഗ്രാം നടന്നിരുന്നത്. അങ്ങനെ നമ്മൾ പതാക ഉയർത്തുന്നത് കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് സ്പീച്ചായിരുന്നു. അങ്ങനെ സ്പീച്ചെല്ലാം കുറച്ച് നേരം ഇരുന്ന് കേട്ടു. അപ്പോഴത്തേക്ക് ഇതേ വാവ അത് കൂടെ ഓടാൻ തുടങ്ങി. നമ്മളും പുറകെ നടക്കുകയായിരുന്നു കുറേ നേരം. എനിക്കിവിടെ ലുസാക്കയിൽ വന്നതിന് ശേഷം തോന്നിയൊരു കാര്യമാണ്, ആകാശം വളരെ അടുത്താണ്. നല്ല ഭംഗിയല്ലേ കാണാൻ? നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഞാൻ ഏട്ടനോട് പറയുമ്പോൾ ഏട്ടൻ പറയും ആഫ്രിക്കയിൽ ഇങ്ങനെ ആകാശം അടുത്താന്ന് തോന്നുന്നു. ശരിക്കും ഉള്ളതാണോ അതോ തള്ളിയതാണോ എന്നറിയില്ല കേട്ടോ. ഏട്ടൻ വാവയുടെ പുറകെ തന്നെ നടക്കുമായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് ആരെയോ സംസാരിക്കാൻ കിട്ടി. ആ ഗ്യാപ്പിൽ നമ്മുടെ വാവ ഗേറ്റിൻ്റെ അവിടേക്ക് പോയി. അത് കാരണം എനിക്ക് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കാൻ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇവർ രണ്ടാളും ഇവിടെ കളിച്ചിട്ട് എന്തെങ്കിലും ഒപ്പിക്കുമോ എന്നൊരു പേടിയായിരുന്നു. പിന്നെ സ്പീച്ചൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്ക് ഡാൻസ്, ഗ്രൂപ്പ് സോങ് അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പം അത് തുടങ്ങാറായപ്പോൾ നമ്മൾ അവരെയും കൊണ്ട് അവിടെ പോയിരുന്നു.
ഞങ്ങളുടെ ലക്ഷ്മി ചേച്ചിയുടെയും മോള് മാധവിയുടെയും നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു അത്. പക്ഷേ പാട്ടിടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് വരും. അതാ ഞാൻ മ്യൂസിക് കൊടുത്ത്. അവർ നന്നായിട്ട് കളിച്ചു. പിന്നെ ഒരു ഡാൻസ് പ്രോഗ്രാമും കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ മോള് കുറുമ്പ് കാണിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. പിന്നെ ഈ കാണുന്നത് റിപ്പബ്ലിക് ഡേൻ്റെ ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയായിരുന്നു. അതിലെ ഫസ്റ്റ് 50 മെമ്പേഴ്സിനെ സെലക്ട് ചെയ്ത് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് അവർ ഫ്ലാഗിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ് കാണുന്നത്. പിന്നെ അടുത്തത് ദേ ഈ ക്യൂ. ഇത് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാ, വേറെ ഒന്നുമല്ല, സ്നാക്സ് കഴിക്കുന്നതാ. അങ്ങനെ നമ്മൾ വന്നു. ലുസാക്കയിലെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേൻ്റെ ഒരു സെലിബ്രേഷൻ്റെ ഒരു ഭാഗമായി നമ്മൾ ആ ചെറിയൊരു സ്വീറ്റ്സ് കഴിച്ചു. കുഞ്ഞിപ്പെണ്ണ് കുറച്ച് കളിച്ചു. അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മൾ പതുക്കെ വീട്ടിലേക്ക് തിരിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാമിന് പങ്കെടുക്കാനും കാഴ്ചകൾ കാണാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും. അത് പ്രത്യേകിച്ച് നമ്മുടെ നാടിൻ്റെ കൂടെ ആവുമ്പോൾ അതൊരു പ്രൗഡ് മൊമെന്റ് കൂടെയാണ്. അതുകൊണ്ട് തന്നെ പറ്റാവുന്ന അത്രയും ഞാൻ പോയി കാണാൻ ശ്രമിക്കാറുണ്ട്. നാട്ടിൽ എന്നെ അറിയുന്ന ഒരുപാട് പേർക്ക് ഞാൻ ആഫ്രിക്കയിലാണ് എന്നല്ലാതെ സാംബിയ, ലുസാക്ക ഇതിനെപ്പറ്റി ഒന്നും വലിയ അറിവില്ല. ഞാൻ ഇങ്ങനെ പറയും ഞാൻ സാംബിയയിലാണ്, സാംബിയ ഒത്തിരി നല്ല രാജ്യമാണ്, അങ്ങനെയല്ല. പക്ഷെ അവരുടെയൊക്കെ കൺസെപ്റ്റിൽ പഴയ കാലത്തെ ആഫ്രിക്ക, കാട്, മൃഗങ്ങള് കൂടുതൽ. ഇപ്പോഴും ആഫ്രിക്കയിൽ കാടും മൃഗമൊക്കെ ഉണ്ട്. പക്ഷെ ഒരുപാട് ഡെവലപ്പായ ജീവിക്കാൻ സൗകര്യങ്ങളുള്ള നല്ലൊരു രാജ്യമാണ് സാംബിയ. അങ്ങനെ ഞാൻ ജീവിക്കുന്ന രാജ്യത്ത് എൻ്റെ രാജ്യത്തിൻ്റെ ഒരു പരിപാടി വന്നപ്പോൾ എനിക്ക് അതിലൊരു ഭാഗമാവാൻ പറ്റി. അതിൽ എനിക്ക് ഭയങ്കര പ്രൗഡ് തോന്നുന്നു. അതുമാത്രമല്ല, എനിക്ക് പ്രിയപ്പെട്ടവരിലേക്ക് അതിൻ്റെ ഒരു ചെറിയൊരു വിഷ്വലെങ്കിലും എത്തിക്കാൻ എനിക്ക് സാധിച്ചു. എനിക്കൊപ്പം നിങ്ങൾക്കും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ കാഴ്ചകളുമായിട്ട് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.